നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാനോ? ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അതെ, എന്റെ തലയിൽ കൈവച്ചിട്ട് പറ, നീ എന്നെ നോക്കിയില്ലെന്ന്. നീ ഇപ്പൊ കള്ളം പറഞ്ഞ എന്റെ തല പൊട്ടിത്തെറിച്ചു പോകും. വിശാൽ സാറേ പറ. നോക്കി. ആ, എന്തിനാ നോക്കിയേ? അത് പറയാൻ. വിശാൽ സാറ് കൊറേ മാറിപ്പോയി. ഞാൻ മാറിപ്പോയോ? എങ്ങനെ? വിശാൽ സാറ് കള്ളൊന്നും പറയാത്ത ആളാന്നാ ഞാൻ കരുതിയേ. എന്നിട്ട് ഞാനൊരു പെരുങ്കള്ളനാണെന്നാണ് നിനക്ക് മനസ്സിലായത്? അല്ല, അങ്ങനെയല്ല. പിന്നെ എന്താ നിന്റെ മനസ്സില്? വേഗം പറഞ്ഞേ. എന്നെ രക്ഷിക്കാൻ വേണ്ടി വിശാൽ സാർ കള്ളം പറഞ്ഞില്ലേ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞെന്നോ? ആരോട്? അമ്മയോട്. മ്യൂസിക് മാജിക് ലോജിക് ബോക്സിന്റെ കാര്യത്തില്. അതാണോ? അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വേറെയും കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ. മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മ നിൽപ്പുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ടേ എന്തിനാ എന്നെ രക്ഷിക്കുന്നേ? എന്തിനാണെന്ന് നിനക്കറിയില്ലേ? ഇല്ല. എന്നാലേ നീ അറിയണ്ട. പറ വിശാൽ സാറേ. നീ അങ്ങനെ എപ്പോഴേ കേട്ട് സൂഹിക്കണ്ട. എനിക്കറിയാം. വിശാൽ സാർ തന്നെ എന്നോടത് പറഞ്ഞിട്ടുണ്ട് അന്ന് അച്ഛന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോ. എന്ത്? ഈ പൊട്ടിപ്പെണ്ണിനോട് വിശാൽ സാറിന് എത്ര ഇഷ്ടമാണെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞത് അല്ല, വിശാൽ സാർ അത് ശരിക്കും പറഞ്ഞത് തന്നെയാ. ഇതാ പറഞ്ഞത്. നീ വെറും പൊട്ടിയാണെന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും. അത് സത്യമാണെന്ന് വിശ്വസിച്ച് പുറകെ നടക്കുകയും ചെയ്യും. എന്തിനാ എന്നെ പിടിച്ചു നിർത്തുന്നത്? എന്നെ ഇഷ്ടമല്ലല്ലോ. ദേ വിട്ടേ, എനിക്ക് പോണം. എങ്ങോട്ട്? അടുക്കളയിലേക്ക്. ഞാനിവിടുത്തെ അടുക്കളക്കാരിയല്ലേ? അതെ, ഞാനും വരട്ടെ. എന്തിനാ? ഈ അടുക്കളക്കാരിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ. അതെ, പെൺകുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ തെമ്മാടികളാ. ഞാനും തെമ്മാടിയാ. പക്ഷേ ഈ തെമ്മാടി ഈ പെൺകുട്ടിയെ മാത്രമേ നോക്കൂ. ആര്? ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു തട്ടിപ്പോ അറിയാത്ത നിഷ്കളങ്കയായ ഈ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേരറിയാമോ? അറിയാം. എന്താ പേര്? തേൻമിഠായി. തേൻമിഠായിയോ? ഇതാണ് ആ തേൻമിഠായി.
നീ എന്താ ചൂലുമായി രാത്രി കറങ്ങി നടക്കുന്നേ? ഇതൊക്കെ പകല് ചെയ്താലെന്താ? പകൽ അവൾക്ക് ഇതിനൊന്നും നേരമില്ല സുശീലേ. ആക്രി സാധനങ്ങൾ വൃത്തിയാക്കാനും CI അരവിന്ദന് പൂക്കൾ പരിശോധിക്കാൻ കൊടുക്കാനും ഒക്കെയല്ലേ ഉള്ളൂ നേരം. അച്ഛന് മരുന്ന് കൊടുക്കുന്ന പോലെ ഓരോ ജോലിക്കും ഓരോ സമയമുണ്ടമ്മേ. അമ്മയും ആന്റിയും വിശാൽ സാറും ഒക്കെ രാത്രി തുമ്മാതെ കിടന്നുറങ്ങുന്നത് എല്ലാവരുടെ റൂമും രാത്രി ഞാൻ തൂത്ത് വൃത്തിയാക്കുന്നതുകൊണ്ടാ. ഓ, വലിയ കാര്യമായി പോയല്ലോ. വെറുതെ അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നേ. കൃത്യമായ ശമ്പളം മാസം മാസം എണ്ണി മേടിച്ചിട്ടല്ലേ? നിന്റെ പറച്ചിൽ കേട്ടാ എന്തോ ഔദാര്യം ചെയ്യുന്ന പോലുണ്ടല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. എടി, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നീ മറുപടി പറയൂ. എങ്കി അതൊന്നും അറിയണമല്ലോ. ഡി, നീ എന്തിനാ ആ സരളയോട് ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാളുടെ ജോലി ഒരാളെ കൊണ്ട് ചെയ്യിക്കാന്ന് കരുതി സരള ചേച്ചിയോട് വരണ്ടാന്ന് പറഞ്ഞവര് തന്നെ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? കണ്ടു കണ്ടോ അവളുടെ നിഷേധത്തരം കണ്ടോ? നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചപ്പോ അവള് നമ്മളെ ചോദ്യം ചെയ്യുന്നു. നിന്റെ അധികാരവും ഭരണമൊക്കെ ആ പാവം ജാസ്മിനോട് കാണിച്ചാ മതി. ഡി, ഈ വീട്ടിലെ മരുമകളാകേണ്ട പെണ്ണിനെ ഈ വീടിന്റെ ഔട്ട് ഹൗസിലേക്ക് മാറ്റിയത് നിന്റെ വിജയമായിട്ട് നീ കാണരുത്. അവളെ പുറത്താക്കിയതുപോലെ ഏത് നിമിഷവും അവള് നിന്നെയും ഈ കോമ്പൗണ്ടിന് പുറത്താക്കും. അതിനി അധികം ദിവസമൊന്നും വേണ്ടി വരില്ല. ഞാൻ ആരെയും പുറത്താക്കിയിട്ടില്ല. അമ്മ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് പ്രകാരം നടപടിയെടുത്തത് അമ്മയുടെ മരുമകളാണ്. അന്ന് അമ്മ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? ദേ, വേണ്ട. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടില്ലേ അമ്മ കൈ പിൻവലിച്ചത്? അമ്മയ്ക്കും അറിയാം എന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലാന്ന്. കണ്ണടച്ചു നിൽക്കുന്നവർക്ക് കാഴ്ച ഇരുട്ട് മാത്രമായിരിക്കും. എനിക്കിനി അടുക്കളയും കൂടി വൃത്തിയാക്കിയിട്ടേ ഒന്ന് തലചായ്ക്കാൻ പറ്റൂ. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. എന്റെ പ്രഭേച്ചി, ഇത് വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജാസ്മിൻ മാത്രമല്ല ചേച്ചിയും ഈ വീടിന്റെ പടിക്ക് പുറത്താ. അതോർത്താ നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.